നമസ്കാരം, എല്ലാവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. 9ാം പഞ്ചവത്സര പദ്ധതി വർഷം 1997 മുതൽ 2002 വരെ. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം 1997 മുതൽ 2002 വരെ. എന്താണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ആണ് 9ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും പ്രധാന ലക്ഷ്യമായി ആരംഭിച്ച പദ്ധതിയാണ് 9ാം പദ്ധതി. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് 9ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ചതാണ് 9ാം പദ്ധതി. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. 50ാം വാർഷികം 9ാം പദ്ധതി, അങ്ങനെ ഓർത്തിരിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ചതാണ് 9ാം പദ്ധതി. 9ാം പദ്ധതി ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നു. 9ാം പദ്ധതി ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പദ്ധതിയാണ്. വനിതാ ഘടക പദ്ധതി, വിമൻ കമ്പോണന്റ് പ്ലാൻ, ആരംഭിച്ചത് 9ാം പദ്ധതിയിലാണ്. വനിതാ ഘടക പദ്ധതി, വിമൻ കമ്പോണന്റ് പ്ലാൻ ആരംഭിച്ചത് 9ാം പദ്ധതിയിലാണ്. 10ാം പഞ്ചവത്സര പദ്ധതിയിലും ഇത് തുടർന്നു. വിമൻ കമ്പോണന്റ് പ്ലാൻ 10ാം പഞ്ചവത്സര പദ്ധതിയിലും തുടർന്നു. ആരംഭിച്ചത് 9ാം പദ്ധതിയിലാണ്. 1998 മെയ് 17 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത് വെച്ച് കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 1998 മെയ് 17 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത് വെച്ച് കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷം 1998 മെയ് 17 ആണ്. 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറത്ത് വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. 1998 മെയ് 17 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത് വെച്ച് കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്? 9ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത്. വർഷം 1997 മുതൽ 2002 വരെ. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും പ്രധാന ലക്ഷ്യമായി ആരംഭിച്ച പദ്ധതിയാണ് 9ാം പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി 9ാം പദ്ധതി ജനകീയ പദ്ധതി എന്നും അറിയപ്പെടുന്നു. വനിതാ ഘടക പദ്ധതി, വിമൻ കമ്പോണന്റ് പ്ലാൻ ആരംഭിച്ചത് 9ാം പദ്ധതിയിലാണ്. 10ാം പഞ്ചവത്സര പദ്ധതിയിലും ഇത് തുടർന്നു. 1998 മെയ് 17 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത് വെച്ച് കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. ആഗോള നിലവാരത്തിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസത്തിലൂന്നിയ ഭാരത സർക്കാർ പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ, SSA, സർവശിക്ഷ അഭിയാൻ. ആഗോള നിലവാരത്തിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസത്തിലൂന്നിയ ഭാരത സർക്കാർ പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. 2000-2001 കാലയളവിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സർവശിക്ഷ അഭിയാൻ ആരംഭിച്ചത് 2000-2001 കാലയളവിലാണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്താണ് സർവശിക്ഷ അഭിയാൻ? ആഗോള നിലവാരത്തിലുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസത്തിലൂന്നിയ ബേസിക് വിദ്യാഭ്യാസത്തിലൂന്നിയ ഭാരത സർക്കാർ പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. ആഗോള നിലവാരത്തിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസത്തിലൂന്നിയ ഭാരത സർക്കാർ പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. ഈ സർവശിക്ഷ അഭിയാൻ ആരംഭിച്ചത് 2000-2001 കാലയളവിലാണ്. 2000 ഡിസംബർ 25 ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന, AAY. 2000 ഡിസംബർ 25 ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന, AAY. എന്താണ് അന്ത്യോദയ അന്ന യോജന? ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായവർക്ക്, അതായത് പുവറസ്റ്റ് ഓഫ് ദ പുവർ, അത്രയും ദരിദ്രരായവർക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യ സാധനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായവർക്ക്, പുവറസ്റ്റ് ഓഫ് ദ പുവറിന് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. എന്തൊക്കെയാണ് ഭക്ഷ്യസാധനങ്ങൾ? അരി, ഗോതമ്പ്. ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായവർക്ക് കുറഞ്ഞ നിരക്കിൽ അരി, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. ഇത് ആരംഭിച്ചത് 2000 ഡിസംബർ 25 ഇത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 9ാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5%. 9ാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5%.
ഒമ്പതാം പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 5.4%. ഒമ്പതാം പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 5.4%. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5%. കൈവരിച്ചത് 5.4%. ലക്ഷ്യത്തിനനുസരിച്ച് വളർച്ചാ നിരക്ക് കൈവരിക്കാൻ പറ്റാത്തൊരു പദ്ധതിയാണ് ഒൻപതാം പദ്ധതി. ഓക്കെ. ആഗോള നിലവാരത്തിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസത്തിലൂന്നിയ ഭാരത സർക്കാർ പദ്ധതിയാണ് സർവശിക്ഷാ അഭിയാൻ. ഈ സർവശിക്ഷാ അഭിയാൻ പദ്ധതി ആരംഭിച്ചത് 2000-2001 കാലയളവിലാണ്. 2000 ഡിസംബർ 25-ന് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായവർക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യസാധനങ്ങൾ, അരി, ഗോതമ്പ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. ഒമ്പതാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5%. കൈവരിച്ച വളർച്ചാ നിരക്ക് 5.4%. ഒന്നുകൂടി നോക്കാം. ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം 1997 മുതൽ 2002 വരെ. എന്താണ് പ്രധാന ലക്ഷ്യം? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ഒമ്പതാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ചതാണ് ഒമ്പതാം പദ്ധതി. അതുപോലെ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒമ്പതാം പദ്ധതിയാണ്. വനിതാ ഘടക പദ്ധതി, വിമൻ കമ്പോണന്റ് പ്ലാൻ ആരംഭിച്ചതും ഒമ്പതാം പദ്ധതിയിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ചു. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. അതുപോലെ വനിതാ ഘടക പദ്ധതി ആരംഭിച്ചത് ഒമ്പതാം പദ്ധതിയിലാണ്. ഇത് 10-ാം പഞ്ചവത്സര പദ്ധതിയിലും തുടരുന്നു. 1998 മെയ് 17-ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത് വെച്ച് കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ആഗോള നിലവാരത്തിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസത്തിലൂന്നിയ ഭാരത സർക്കാർ പദ്ധതിയാണ് സർവശിക്ഷാ അഭിയാൻ. 2000-2001 കാലയളവിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. 2000 ഡിസംബർ 25-ന് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന AAY. ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായവർക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യസാധനങ്ങൾ, അരി, ഗോതമ്പ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. ഒമ്പതാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5%. ഒമ്പതാം പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 5.4%. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.